ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മുൻകാല PSC ചോദിച്ചിട്ടുള്ള മാത്സിൽ നിന്നുമുള്ള ഒരു 5 ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കൊടുക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 4x is equal to 256 ആയാൽ എക്സിന്റെ വില എത്ര? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം ഈ 256നെയും 4ന്റെ പവറിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യാം. 4 എത്രയാണ് എന്നുള്ളതാണ് 256 നമുക്ക് കാണേണ്ടത്. 4x is equal to 256 എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? 256നെ 4ന്റെ പവറിൽ എഴുതണം. അപ്പൊ നമുക്ക് നോക്കാം. 4 എത്രയാണ്? 4 തന്നെയാണ്. 4 പറഞ്ഞ എത്രയാണ്? 4 into 4 അതായത് 16 ആണ്. ഇനി 4 ക്യൂബ് അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 4 into 4 into 4 അത് പറഞ്ഞാൽ എത്രയാണ്? 16 into 4 64 ആണ്. ഇനി 4 അല്ലെങ്കിൽ 4 into 4 into 4 into 4 അത് പറഞ്ഞാൽ എത്രയാണ്? അത് പറഞ്ഞാൽ 64 into 4 അതായത് 256 എന്ന് വരും. 16 സ്ക്വയർ അതായത് 256 എന്ന് വരും. അപ്പൊ എന്ത് മനസ്സിലാക്കി? 4x അല്ലെങ്കിൽ 4x 256 എന്ന് പറയുമ്പോൾ 4 is equal to 256 ആണ്. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ എത്രയാണ്? 4 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ റൈറ്റ് സൈഡിലുള്ള വാല്യൂ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിലുള്ള വാല്യൂ അതിനെ പുറത്തുള്ള 4ന്റെ പവറിൽ എഴുതാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കും ഇതുപോലെ 256 is equal to 2x. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര എന്ന് ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ഇതേപോലെ 256നെ എക്സിന്റെ പവറിൽ എഴുതണം. അപ്പൊ എങ്ങനെ എഴുതാം? 2^5 32 ആണ്. 2^6 64 ആണ്. 2^7 എത്രയാണ്? 128 ആണ്. 2^8 ആണ്. 256. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ 4 ആണ് എന്തെന്ന് പറയുന്നത്? 256 എന്ന് പറയുന്നത്. 2x 2 square raised to 4 256 അതായത് 2 into ഇവിടെ നമ്മുടെ റേസ്റ്റുവിനെ വീണ്ടും റേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 2 into 4 is equal to 256 അതായത് 2^8 ആണ് 256 എന്ന് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 20 ആളുകൾ 30 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി 25 ദിവസം കൊണ്ട് ചെയ്തു തീർക്കണമെങ്കിൽ ഇനി എത്ര ആളുകൾ കൂടി വേണം? അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? മൊത്തം എത്രയാണ് പണിയുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം 20 ആളുകളുണ്ട്. എത്ര ആളുകളുണ്ട്? 20 ആളുകൾ. അവർ എത്ര ദിവസം ചെയ്യുന്നു? 30 ദിവസം ജോലി ചെയ്യുന്നു. അപ്പൊ ശരിക്കുള്ള വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 600 വർക്കാണ് ഉള്ളത്. അല്ലെങ്കിൽ 600 ആളുകൾ ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ട പണിയാണ് ഉള്ളത്. ഇനി ഇതേ ജോലി 25 ആളുകളാണ് ചെയ്യുന്നത്. അവര് 25 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണം. എത്ര ആളുകളുണ്ടെന്ന് അറിയില്ല. ഇത് എത്ര ആയിരിക്കണം? ഇതും 600 ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് നോക്കാം. 20 into 30 is equal to എത്ര? 25 ദിവസം ഇൻറ്റു അത്രയും ആളുകളുടെ എണ്ണം. അത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് എക്സ് നിൽക്കുന്നത്. അപ്പൊ ഇത് വെട്ടിപ്പോകുമ്പോൾ എത്ര വരും? ഇവിടെ ഈ 2 0 ഇവിടെ 25 വെട്ടിപ്പോയാൽ ഇവിടെ 4 എന്ന് വരും. അപ്പൊ 23 6 6 4 24 എന്ന് എഴുതാം. എക്സ് ഇസിക്കളുടെ 24 എന്ന് എഴുതാം. ഇതപ്പോ എങ്ങനെയാണ് ചെയ്തത്? ഇപ്പൊ 20 into 30 ഇസിക്കൾ ടു 25x. അപ്പൊ എന്ത് ചെയ്തു? 2 into 3 into 100 എന്ന് എഴുതി കൂടെ. ഇറ്റ് ഇസിക്കൾ ടു 25x. ഈ 25 100 ഒട്ടിപ്പോയിട്ടാണ് ഇവിടെ 4 വന്നത്. 4 12 24. അപ്പൊ ആളുകളുടെ എത്രയാണ്? 24 ആളുകൾ വേണം. 25 ദിവസം കൊണ്ട് പണി ചെയ്ത് തീർക്കണമെങ്കിൽ 24 ആളുകൾ വേണം. നമ്മുടെ എത്ര ഓൾറെഡി ആളുകളുണ്ട്? 20 ആളുകളുണ്ട്. അപ്പൊ ഇനി എത്ര ആളുകൾ കൂടിയാണ് നമുക്ക് ആവശ്യമുള്ളത്? 4 ആളുകൾ കൂടിയാണ് ആവശ്യമുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഗ്രൂപ്പിലെ 20 പേരുടെ ശരാശരി വയസ്സ്. 20 പേരുടെ ശരാശരി വയസ്സ് എത്രയാണ്? 20 പേരുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 25 വയസ്സാണ്. പുതുതായി 3 ആളുകൾ വന്നതോടെ ശരാശരിയിൽ 2 വർഷത്തിന്റെ വർധന ഉണ്ടായി. പുതുതായി വന്ന 3 ആളുകളുടെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് എന്ത് മനസ്സിലാക്കാം? ഈ പുതുതായി വന്ന 3 ആളുകൾ ബാക്കിയുള്ള 20 പേർക്കും, ഗ്രൂപ്പിലെ 20 പേർക്കും എന്ത് ചെയ്യണം? 2 വയസ്സ് വീതം കൊടുക്കണം. അതായത് ഈ 20 പേർക്കും 2 വയസ്സ് കൂടുമ്പോൾ സമയം എന്താകും? 40 വയസ്സ് കൊടുക്കണം. ഈ 3 ആളുകൾ എന്ത് ചെയ്യണം? 40 വയസ്സ് കൊടുക്കണം.
അതില്ലാതെ ഈ മൂന്നാളുകൾക്കും എത്ര വയസ്സുണ്ടാവണം? 25 വയസ്സാണ് ഉള്ളത്. പുതുതായിട്ടുള്ള ആവറേജ് പറയുന്നത് 27ആണ്. അപ്പോൾ ഈ മൂന്നാളുകൾക്കും 27 ഉണ്ടായാൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? മൊത്തം വയസ്സ് എന്ന് പറയുന്നത്, മൊത്തം ആവറേജ് എന്ന് പറയുന്നത് എത്രയാവുകയുള്ളൂ? 27 ആവുകയുള്ളൂ. അപ്പൊ നമുക്ക് ഇത് കൂട്ടിയാൽ ആൻസർ കിട്ടും. അപ്പൊ 40 പ്ലസ് 27 പ്ലസ് 27 പ്ലസ് 27, അതായത് 40 പ്ലസ് 21 1, സിസ്റ്റം 2, 2 4 2 6, 6 8. അപ്പൊ 80 81 40 121 വരും. അപ്പൊ ആൻസർ എന്താണ്? സി ആണ് ആൻസർ വരിക. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒരു ഗ്രൂപ്പിലെ 20 പേരുടെ ശരാശരി വയസ്സ് 25ആണ്. 3 ആളുകൾ കൂടി വന്നതോടെ എന്ത് ചെയ്തു? ശരാശരിയിൽ 2 വർഷത്തിന്റെ വർധന ഉണ്ടായി. ഇതെന്താ മനസ്സിലാക്കേണ്ടത്? 3 ആളുകൾ വന്നപ്പോൾ ഈ 3 ആളുകളും ഈ 20 പേർക്കും 2 വയസ്സ് വീതം ചേർത്തിയാൽ മാത്രമേ, ഈ 20 പേർക്കും 2 വയസ്സ് കൊടുത്താൽ മാത്രമേ ആവറേജ് ആ 20 ആൾക്കാരുടെ 25 വയസ്സിൽ നിന്നും 27 ആവുകയുള്ളൂ. അതില്ലാതെ ഇനി ഈ വരുന്ന 3 പേരിന്റെ വയസ്സുണ്ടല്ലോ, അതും 27 ഉണ്ടായാൽ മാത്രമേ, ഓരോരുത്തർക്കും 27 ഉണ്ടായാൽ മാത്രമേ ടോട്ടൽ ആവറേജ് എന്ന് പറയുന്നത് എല്ലാവർക്കും എന്താവുകയുള്ളൂ? മൊത്തം 27 ആവുകയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഈ 20 പേർക്ക് 2 വയസ്സ് കൊടുക്കണം. അപ്പൊ 20 × 2 40 പ്ലസ് ഈ 3 പേർക്കും 27 വയസ്സ്, അതായത് 3 × 27 81 പ്ലസ് 40 121 വയസ്സായിരിക്കും പുതുതായി വന്ന മൂന്നാളുകളുടെ വയസ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം? 20 പേരുടെ ശരാശരി 25 വയസ്സ്. അപ്പൊ വേറെ വിധത്തിൽ ചെയ്യും. നമ്മൾ നോർമൽ മെത്തേഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോർമൽ ചെയ്യും. അപ്പൊ ആദ്യം 20 ആളുകൾ, 25 വയസ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ വയസ്സ് എന്ന് പറയുന്നത് 25 × 2 50, 500 ടോട്ടൽ വയസ്സ് എന്ന് പറയുന്നത്. പുതുതായിട്ട് 3 ആളുകൾ വന്നു. അപ്പൊ പുതുതായിട്ട് 3 ആളുകൾ വന്നപ്പോ എന്തായി? ആളുകളുടെ എണ്ണം 23 ആയി. എത്രയാണ് പുതുതായി വന്നപ്പോ ആവറേജ് ഉണ്ടായത്? ഈ 23 ആളുകൾക്കും 27 വയസ്സായി ആവറേജ് ഉണ്ടായി. അപ്പൊ 23 × 27 എത്രയാണ് വരിക? 7 3 21, 21 സിസ്റ്റം 2, 7 പ്ലസ് 3 10, 10 × 2 20, 20 പ്ലസ് 2 22, സിസ്റ്റം 2, 2 4, 4 2 6, 621. അപ്പൊ മുമ്പ് എത്ര വയസ്സുണ്ടായത്? 20 ആളുകൾക്ക് 500 വയസ്സുണ്ടായത്. 3 ആളുകൾക്കും കൂടി വന്നപ്പോ എത്രയായി? മൊത്തം 621. അപ്പൊ പുതിയതിൽ നിന്നും 621 നിന്നും 500 കൂടെ കുറച്ചാൽ നമുക്ക് പുതിയ വന്ന ആളുകളുടെ വയസ്സ് കിട്ടും. അത് എത്രയാണ്? 121. ഇതാണ് ആക്ച്വൽ റൂള്. പക്ഷെ നമുക്ക് ഈസി ആയി ചെയ്യാൻ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ചെയ്ത മെത്തേഡാണ് ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തതിൽ ചെറിയ ഭിന്നസംഖ്യ ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ഈസി ആയിട്ടുള്ള ഭിന്നസംഖ്യയാണ് തന്നിരിക്കുന്നത്. അതായത് അംശം കൂടുന്നതും, ഇത് ചെറിയ ബേസിക് പ്രിൻസിപ്പിളുള്ള അംശം കൂടുകയാണ് വെച്ചാൽ എന്താകും? ഒരേ ഛേദമുള്ള സംഖ്യകളാണ്. അംശം കൂടുതലാണ് വെച്ചാൽ സംഖ്യ വലുതായിരിക്കും. അംശം എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ, അതായത് ബൈയുടെ മേലെ ഇരുന്നാണ് എന്തെന്ന് പറയാം. ഇവിടെ 7ആണ് എല്ലാത്തിന്റെയും ന്യൂമറേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അംശം എന്ന് പറയുന്നത്. ഇനി ഡിനോമിനേറ്റർ പറഞ്ഞാലോ? ഡിനോമിനേറ്റർ പറഞ്ഞാൽ ഛേദം അല്ലെങ്കിൽ ഹരിക്കലിന്റെ താഴെയുള്ളത്. അപ്പൊ ഓപ്ഷൻ എയിൽ എന്താണ്? 9ആണ്. ഓപ്ഷൻ ബിയിലോ 15ആണ്. ഓപ്ഷൻ സിയില് 12ആണ്. ഓപ്ഷൻ ഡിയില് 8ആണ്. അപ്പൊ ഛേദം ഒരേ ന്യൂമറേറ്റർ ആണ്, അല്ലെങ്കിൽ ഒരേ അംശമാണ്. അപ്പോൾ എന്താണ്? ഛേദം വലുതാകും തോറും എന്ത് ചെയ്യും? സംഖ്യ ചെറുതായി പോകും. ഇപ്പൊ നമ്മുടെ ഓപ്ഷനിൽ എന്താണ്? ഏറ്റവും ചെറിയ ഭിന്നസംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ ഛേദമുള്ളത് ഏതിനാണ്? ഓപ്ഷൻ ബിക്കാണ് ഏറ്റവും വലിയ ഛേദമുള്ളത്, അതായത് 15 ഉള്ളത്. ഇതെന്താ മീൻ ചെയ്യുന്നത്? 7 ആപ്പിൾ നമുക്ക് തന്നിട്ട് അതിനെ 15 ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് ഓപ്ഷൻ ബിയിൽ പറയുന്നത്. അതേസമയം ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്? 7 ആപ്പിൾ തന്നിട്ടുണ്ട്, അത് 9 പേർക്കായിട്ട് വീതിച്ച് കൊടുക്കണം. അപ്പൊ നമുക്കറിയാം 7 ആപ്പിൾ 9 പേർക്ക് വീതിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വലിയ പീസ് ആയിരിക്കും കിട്ടുക. അതേസമയം അതേ 7 ആപ്പിളിനെ 15 പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താവും? നമുക്ക് ചെറിയ പീസ് ആയിരിക്കും കിട്ടുക. അപ്പൊ ഇതിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി 7/15 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 20ന്റെ 16 2/3% എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 16 2/3 അതിനെ സാധാരണ ഭിന്നത്തിൽ എഴുതി എന്താവും? അപ്പോൾ 16 × 3 + 2/3, അതായത് 50/3% എന്ന് വരും. അപ്പൊ 20ന്റെ 50/3% ആണ് കാണേണ്ടത്.
അപ്പൊ നമുക്കറിയാം 20ന്റെ 50% എന്ന് പറയുന്നത് 10 ബൈ 3 പറയുമ്പോൾ 10/3. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കറിയാം 50/3 എന്നുള്ളത്. അപ്പൊ 20 ഇൻറ്റു 50/3 ഹരിക്കണം 100. അപ്പൊ എത്ര വരും? സിസ്റ്റം 10 വരും. അപ്പൊ 10/3 എന്നുള്ള ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്